ഹലോ, ഇന്നില്ലേ നമുക്ക് നല്ല ചൂടുള്ള വെള്ളപ്പത്തിൻ്റെ കൂടെയും നൈസ് പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു ചിക്കൻ കുറുമ തയ്യാറാക്കിയാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമയുണ്ടോ ഒന്ന് തയ്യാറാക്കി നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം 4 കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സവാള വഴറ്റി കിട്ടാൻ പാകത്തിലുള്ള ഉപ്പ് ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം ചിക്കനാണ് കഴുകി വൃത്തിയാക്കിയത്, ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങയുടെ 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്തതിന് ശേഷം കറിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഒരു 20 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കൃത്യം 20 മിനിറ്റ് ആകുമ്പോഴേക്കും കറി നല്ലോണം അത്യാവശ്യം കുറുകി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് എടുക്കണം. ഇതുപോലെ ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം വീണ്ടും കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഇനി തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് 1ാം പാൽ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു തിള വരുമ്പോഴേക്കും തന്നെ ഗ്യാസ് ഓഫാക്കാം. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കുറുമ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് വെള്ളപ്പത്തിൻ്റെ കൂടെയും കണ്ണുവച്ചത്തിൻ്റെ കൂടെയും നൈസ് പത്തിരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ലൈക്ക് ചെയ്യേണ്ടി. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മൾ ഈ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്.